കൊച്ചിയിലെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജാതിയുടെ പേരിൽ ഉദ്യോഗസ്ഥരെ പീഡിപ്പിച്ചതായി പരാതി. ബാങ്കിലെ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജറാണ് പരാതി നൽകിയത്. ബാങ്കിലെ ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തു. ജാതിയുടെ പേരിൽ പലതവണ അധിക്ഷേപിച്ചെന്നും എതിർത്തപ്പോൾ മർദ്ദിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത്. നോർത്ത് ഇന്ത്യക്കാരായ ചീഫ് റീജിയണൽ മാനേജർ നിതേഷ് കുമാർ സിൻഹയ്ക്കെതിരെയും അസിസ്റ്റന്റ് ജനറൽ മാനേജർ കശ്മീർ സിംഗിനെതിരെയുമാണ് കേസെടുത്തത്. എറണാകുളം സെൻട്രൽ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. സംഭവത്തിൽ അസിസ്റ്റന്റ് മാനേജർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടും പരാതി നൽകിയിട്ടുണ്ട്. ചായയും മരുന്നും വാങ്ങിപ്പിക്കുക, റീജിയണൽ ഓഫീസിലെ ചെടി നനപ്പിക്കുക, ഭാര്യമാരുടെ ബാങ്ക് പാസ്ബുക്ക് പതിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ താഴ്ന്ന ജാതിയിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. വ്യക്തികളെ ഒരു പ്രത്യേക സാമൂഹിക വർഗീകരണത്തിന്റെ പേരിൽ വേർതിരിച്ചു നിർത്തിയതായും ആരോപണമുണ്ട്. മുൻപ് പരാതി നൽകിയപ്പോൾ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചുവെന്നും പറയുന്നു. പ്രതികാരമായി സസ്പെൻഡ് ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പരാതിക്കാരൻ 11 വർഷമായി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജോലി ചെയ്തു വരികയാണ്. 3 വർഷമായാണ് കൊച്ചിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. ഇതുപോലൊരു അനുഭവം ആദ്യമായിട്ടാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ചീഫ് റീജിയണൽ മാനേജറായ നിതീഷ് കുമാർ വന്നതിനു ശേഷമാണ് പ്രശ്നം രൂക്ഷമാകുന്നത്. തങ്ങൾ SC വിഭാഗമാണെന്നും പറഞ്ഞ് ഇയാൾ സ്ഥിരം കളിയാക്കാറുണ്ട്. നിന്നെ പോലെയുള്ളവർ ഞങ്ങളുടെ നാട്ടിൽ ഈ ജോലിയല്ല ചെയ്യുന്നത്. താഴ്ന്ന ജാതിയിലുള്ളവർ ഒരു പ്രത്യേക തൊഴിലുമായി ബന്ധപ്പെട്ട ജീവിതശൈലികൾ മാത്രം പിന്തുടരണം. ജാതിക്കനുസരിച്ചുള്ള പദവി വഹിക്കണം. നിനക്കെങ്ങനെയാണ് ഈ ജോലി കിട്ടിയത് എന്നൊക്കെ മുഖത്ത് നോക്കി ചോദിക്കുകയും ഇത്തരം ആശയങ്ങൾ കീഴുദ്യോഗസ്ഥരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ജോലികൾ തന്നെ കൊണ്ട് ചെയ്യിക്കരുതെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഉന്നതരെ കണക്കാക്കപ്പെടുന്ന ഉയർന്ന ശമ്പളമുള്ള ജോലികളിൽ ഭാഗമാകാനുള്ള സാധ്യതയിൽ നിന്നും ഉദ്യോഗസ്ഥരെ ഇയാൾ ഒഴിവാക്കിയിട്ടുണ്ട്. അസിസ്റ്റന്റ് ജനറൽ മാനേജറായ കശ്മീർ സിംഗ് മരുന്ന് വാങ്ങിപ്പിക്കും, ഭാര്യയ്ക്കൊപ്പം ഷോപ്പിങ്ങിന് നിർബന്ധിച്ചയപ്പിക്കും, ഭാര്യയുടെ പാസ്ബുക്ക് പതിപ്പിക്കും. ഒരു തവണ കശ്മീർ സിംഗ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൂടെ വരാൻ നിർബന്ധിക്കുകയും പാന്റിന്റെ അളവ് വരെ എടുപ്പിക്കുകയും കാല് പിടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായി പരാതിയിൽ പറയുന്നു. ഇന്നും ജാതിയും മതവും ഒരു നിശ്ചിത സാമൂഹിക ഗ്രൂപ്പുകളാക്കി മാറ്റി ഇത്തരം പ്രവണതകൾ പലയിടങ്ങളിലും ആളുകളെ മാറ്റി നിർത്തപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്.